വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമിലി ടൈൽസ് ബൈ സ്നേഹ രൂപേഷ്. ജിസാൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ പാർട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറി ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം തിരിച്ചു വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കോ ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസ് കാണാനൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈ പാർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പാർക്കുകളിൽ എന്തൊക്കെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉള്ളതെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരവരുടെ കുട്ടികളെയൊക്കെ കൂട്ടി നമുക്ക് പാർക്കിൽ വരാനും ഒക്കെ സഹായകരമാകുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുൻ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരുപാട് പാർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കേരളം കൊണ്ട് വാട്ടർഫാൾസിൻ്റെ വിശദമായ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് നമ്മുടെ കൂടെ കൂടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്വഞ്ചർ പാർക്ക് ഒന്ന് കാണിക്കാം. ഇതുപോലുള്ള ഒരുപാട് ഗെയിംസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണ് അഡ്വഞ്ചർ പാർക്കിലുള്ളത്. പിന്നെ സിപ്പ് സൈക്കിള്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് കയറിലൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇതിനൊക്കെ എന്താ പേര് പറയാമെന്നറിയില്ല. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവരുടെ തന്നെ ഒരു ഓപ്പൺ ജീപ്പ് സഫാരി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സിപ്പ് ലൈനും മേലെ സൈക്കിള് കാണാമല്ലോ. ആ സൈക്കിളിൽ കയറിയിട്ട് ആ സിപ്പിലൂടെ ഇപ്പുറത്തേക്ക് വരുന്ന സിപ്പ് ലൈൻ സൈക്ലിങ് കാര്യങ്ങളൊക്കെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് അഡ്വഞ്ചർ പാർക്കിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നേരെ പോകുന്നുള്ളൂ പെരിന്തൽമണ്ണ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലേക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് വന്നിട്ട് കുറച്ച് സമയമൊക്കെ നമ്മുടെ കയ്യിൽ അധികം വരുന്ന സമയം ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈവനിങ് സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുക. ഇവിടെ കുറേ വാച്ച് ടവർ കാര്യങ്ങൾ, അതേപോലെ പാർക്ക് വളരെ അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ളൊരു പാർക്കാണ്. ഇതുപോലൊരു പാർക്ക് പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് മനസ്സിലായത്. ഒരുപാട് ദിവസങ്ങളായി ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്യണു. അങ്ങനെ ഇന്നാണ് ഇവിടെ എത്താൻ പറ്റിയത്. പിന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ നടക്കാനും. ഞാനൊരു ഉച്ച സമയത്താണ് വന്നത്, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് അത്ര ചൂടൊന്നും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു കിഡ്സിൻ്റെ ഒരു പൂളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഡ്സിന് അവിടെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ പൂളിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലാത്ത, കുട്ടികൾക്കൊന്നും മുങ്ങാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പൂളാണ്. പിന്നെ വലിയൊരു പൂള് ജിസാൻ കൂൾ പൂൾ എന്നുള്ള പേരിൽ ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു സ്ലൈഡിങ് സംഭവവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ പൂളും കാര്യങ്ങളൊക്കെ, ഒരു പൂൾ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണ് പൂളിലൊന്നും ആരും ഇല്ലാത്തത്. ഞാൻ ഈ ഒരു സമയത്തൊക്കെ വന്നത് നമുക്ക് വിശദമായ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ നട്ടുച്ച സമയത്തൊക്കെ വന്നാലേ പറ്റുള്ളൂ. അല്ലാതെ ഇവരെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കേണ്ടി വരും. കാരണം ഫാമിലീസോ കാര്യങ്ങളൊക്കെ അവിടെ കുളിക്കുകയോ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊരു പരിധി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് അതിൻ്റെ ഒരു വിശദമായ വ്യൂ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പാർക്കിൽ ഉള്ളത്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഏത് സമയത്താണ് അവിടെ പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൂൾ ഏരിയയിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് കയറി സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴാണ് നമുക്ക് 2 കാളക്കൂറ്റന്മാരെ ഇവിടെ കാണാൻ കഴിയും. അതൊരു പ്രതിമയാണ്. നല്ല രസകരമായി അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ആകർഷകമായ രീതിയിലാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് കയറാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. നമുക്കിങ്ങനെ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു വാച്ച് ടവർ എന്നുള്ള രീതിയിൽ അവിടെ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാച്ച് ടവറാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് കയറാനുള്ള ഒരു തത്രപ്പാട്ടിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ വ്യൂ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പുറത്തെ മലനിരകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒക്കെ ഇതിൻ്റെ മുകളിൽ ചെന്നിട്ടുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ പാർക്കിൻ്റെ തന്നെ മുഴുവൻ വശങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം മരങ്ങളും കാര്യങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് കാഴ്ച മറയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കണ്ണിന് നൽകുന്ന ഒരു കുളിർമ. അപ്പം ഇത്രയും അതിമനോഹരമായ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലയ്ക്ക് മുകളിലായിട്ടാണ്. നമ്മളിവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള മലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ അതേ ഹൈറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു വാച്ച് ടവർ പോലൊരു സംഭവമാണ്.
അതിലേക്ക് കയറി വന്ന് നമുക്കതിങ്ങനെ ആസ്വദിക്കാം. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ഇതിലൊന്നും ഒരുപാട് ആളുകൾ കയറി ഒരേ സമയം നിൽക്കരുത്. ഒരേ സമയം ഒരു 5-6 ആളുകളൊക്കെ കയറി നിന്ന് ആസ്വദിച്ച് ഇറങ്ങിയതിന് ശേഷം അടുത്ത ടീം കയറുക, ആസ്വദിക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ടവറും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ 2 കിഡ്സ് പൂളും അതേപോലെ വലിയവർക്കുള്ള പൂളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലുള്ളൊരു സംഭവമൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു സൈഡിൽ അവിടെ കുറച്ച് താഴെയായിട്ടൊരു കെട്ടിടം കാണുന്നത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഓഡിറ്റോറിയം നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാനൊന്നുകൂടി ശ്രമിച്ച് നോക്കാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് അതായത് ഒരു ബിൽഡിങ്ങോ കെട്ടിടങ്ങളോ ഒരു വീടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പറയുമ്പോൾ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പക്ഷേ അതിമനോഹരമായിട്ട് അതൊക്കെ മരങ്ങളാൽ ചുറ്റപ്പെട്ട് അതിമനോഹരമായ രീതിയിലാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട കിഡ്സിൻ്റെ പ്ലേ ഏരിയ, വിമാനമൊക്കെ ഉള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വഞ്ചർ പാർക്ക് കാര്യങ്ങൾ, പൂള്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ്, ഈ പാർക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം കളിക്കാനും ഇതാക്കാനൊക്കെ ചിലവാക്കാനൊക്കെ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപകടകരമായ രീതിയിലല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ പാർക്കാണെങ്കിലും നേച്ചർ പാർക്കാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞ താണലുള്ള ഏരിയ. ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോവും. അത്രത്തോളം അതിമനോഹരമായ വ്യൂസും അതേപോലെ തന്നെ അവിടെ ഇരിക്കാൻ പ്രത്യേക ഒരു കൂളിങ്ങൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെടികളും പച്ചപ്പും അതിൻ്റെ ഒരു ഹരിതാഭയൊക്കെ വേറെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. നിങ്ങളവിടെ ചെന്നത് അനുഭവിക്കുക. അത്രത്തോളം അതിമനോഹരമായ രീതിയിൽ അവരവിടെ ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മതിലിലൊക്കെ ചിത്രപ്പണികളൊക്കെ ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളാക്കി ആ ഒരു നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ കണ്ടല്ലോ, ചുമരിലൊക്കെ നല്ല അതിമനോഹരമായ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. വാട്ട് എ ബ്യൂട്ടി എന്ന് പറയാം. വാട്ട് എ ബ്യൂട്ടി അല്ല കേട്ടോ, വാട്ട് എ ബ്യൂട്ടി. അത്രയും അതിമനോഹരമായ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും അതിൻ്റെ 2 ഭാഗത്തുമായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, അത് ആ പൂളിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മളത് കയറി ചെന്നാൽ എത്തുക. നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിങ്ങനെ പോകുന്ന താഴോട്ട് ഇതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടിക്കെട്ടുണ്ട്. അതിൻ്റെ 2 വശത്തും നല്ല ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് അതിമനോഹരമാണ്. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇതിനകത്ത് താമസ സൗകര്യം കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതോ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഏരിയ, അങ്ങനെ ഒരു കോട്ടേജ് പോലെ ഒരു ബ്രിട്ടീഷ് കോട്ടേജ് അങ്ങനെ എന്തോ എഴുതിയിട്ടൊരു സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നല്ല പൂച്ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോട്ടേജ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊരു പാറപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. AC ഒക്കെയാണ്. അപ്പോൾ അതിനടിയിലൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഒരു പാറപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പാറപ്പുറവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാലാണ് ഞാൻ ആ പറഞ്ഞ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അവിടെ നടക്കുന്നുണ്ട്. അവരതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പടിക്കെട്ടിലും ആ ഒരു വിശ്രമ ഏരിയയിലൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് നമുക്ക് വീഡിയോ കവറേജ് എത്രത്തോളം പറ്റും എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ ആ ഒരു വ്യൂസ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള ആ പടിക്കെട്ടുകൾ താഴോട്ട് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ പടിക്കെട്ടിലേക്കൊക്കെ എത്തി നമ്മൾ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ എന്താ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ കാണുന്ന ആളാണ് രൂപേഷ്, ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ കൂടണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.